അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ത്വായിഫ് എന്ന് പറയുന്നത് ഏറ്റവും ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ഭൂമിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ ഇസ്ലാമിക പ്രബോധന കാലഘട്ടങ്ങളിൽ പ്രവാചകന് മക്കയിൽ ഒരുപാട് പീഡനങ്ങൾ റസൂലുള്ളാഹിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിലെല്ലാം പ്രവാചകന് ഒരാശ്വാസം ലഭിക്കുമെന്നുള്ള ആലോചനയിൽ പ്രവാചകൻ്റെ ബന്ധുക്കളായ, പ്രവാചകൻ്റെ ഉമ്മയുടെ ബന്ധുക്കളായ അമ്മാവന്മാരായ സഖീഫ് ഗോത്രക്കാരായ ആളുകൾ അവർ താമസിക്കുന്ന ഇടമായിരുന്നു ഈ ത്വായിഫ് പ്രദേശം. അവരിലേക്ക് വന്ന് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇസ്ലാമികമായ ബോധം അവർക്കുണ്ടാക്കിയെടുക്കാനും തൗഹീദിൻ്റെ ആദർശം അവരിലേക്ക് എത്തിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു മണ്ണാണ് ത്വായിഫ് എന്ന് പറയുന്നത്. പക്ഷേ പ്രവാചകനെ എന്ത് ആലോചിച്ചോ അതിന് നേർ വിപരീതമായിട്ടുള്ള അനുഭവങ്ങളാണ് ത്വായിഫിലെ പ്രവാചകൻ്റെ ബന്ധുക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ മോശമായി പ്രവാചകനോട് പെരുമാറുകയും പ്രവാചകനെ ഉപദ്രവിക്കുകയും അങ്ങനെ പ്രവാചകൻ്റെ ശരീരത്തിലേക്ക് കല്ലുകൾ വരെ എറിഞ്ഞ് പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞ് ആ പ്രവാചകൻ ഉതുബത്തിൻ്റെയും ഷെയ്ബത്തിൻ്റെയും തോട്ടത്തിൽ അഭയം പ്രാപിക്കുന്ന രംഗം ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ വെച്ച് അദ്ദാസ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദാസ് അദ്ദേഹം ഇസ്ലാം ആയിട്ടില്ല, മുസ്ലിം ആയിട്ടില്ല. പ്രവാചകൻ്റെ ത്വായിഫ് സന്ദർശനത്തോടു കൂടിയാണ് അദ്ദാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ അദ്ദാസ് റളിയല്ലാഹു അൻഹു നൽകിയ ആ മുന്തിരി കഴിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ ചില ആശ്വാസം കൊള്ളുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ പീഡനം പ്രവാചകൻ അനുഭവിച്ച ഒരു നാടായിരുന്നു ത്വായിഫ്. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാ ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശം ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു കീഴിലാണുള്ളത്. ഇവിടെ എല്ലാവരും മുസ്ലിമീങ്ങളാണ്. അതുമാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മക്കയിൽ വരുന്ന, മദീനയിൽ വരുന്ന ആളുകൾ, ഉംറ നിർവഹിക്കാൻ വരുന്നവർ, ഹജ്ജ് നിർവഹിക്കാൻ വരുന്നവരൊക്കെ ഇവിടെ സന്ദർശിച്ചാണ് പോകുന്നത്. ഇവിടെ നാം നിൽക്കുന്നത് ഇപ്പം മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മസ്ജിദാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു താമസിച്ചത് ഇവിടെയാണ്. ഈ പള്ളിയുടെ താഴെ ഈ മതിൽക്കെട്ടിനപ്പുറത്ത് ആണ് താമസിച്ചത്. ഇവിടെ തന്നെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിടം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതുപോലെ തന്നെ തായിഫിൻ്റെ ഈ പരിസരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ പീഡനം അനുഭവിച്ച, പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ച ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരോട്ട് പോയാൽ നമുക്കത് സന്ദർശിക്കാൻ കഴിയും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നാടുകൾ സന്ദർശിക്കുമ്പോൾ, ഇത്തരം പ്രദേശങ്ങളിൽ വരുമ്പോൾ തൗഹീദിന് വേണ്ടി പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് ഓർമ്മ വരികയും പിന്നീട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഇവിടെയുള്ള ആളുകൾ കടന്നു വന്നതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ഉദ്യമം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ് നിർവഹിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ചരിത്രങ്ങളിലൂടെ പാഠം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KNM ഹജ്ജ് ഉംറ സർവീസ് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ബാച്ച്, ഏപ്രിൽ 10 പുറപ്പെട്ട ബാച്ചാണ് ഇവിടെയുള്ളത്. അതിൻ്റെ അമീർ നൗഷാദ് കരുവണ്ണൂർ തായിഫിൽ നിന്ന്. അസ്സലാമു അലൈക്കും.